നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വനമൂർത്തി ക്ഷേത്രത്തിലെ ഉപവാസ പൂജ മുടങ്ങിയാല് ശരീരത്തിലെ ദേവാംശത്തെ കീഴടക്കി അസുരാംശം പൂർണ്ണ വിജയം നേടും. പിന്നെ ഒരു ജീവൻ എടുക്കാൻ പോലും മടിക്കില്ല. ഭാമേ, എന്താ നിങ്ങളുടെ ടെൻഷൻ? സിദ്ധം പറഞ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ടേ ഇനി സുസ്മിതയുടെ കല്യാണത്തിന്റെ കാര്യം എങ്ങനെയാണെന്ന്. നീ ചുമ്മാ നടപ്പുള്ള കാര്യമല്ലോണ്ടേ പറ ഭാമേ. സുസ്മിതയുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന മറ്റാരുമല്ല, അവള് തന്നെ. അവള് കാരണം വിഷ്ണുവിനും ശാലിനിക്കും ഒരു ജീവിതമില്ലാതായി പോകുന്നുള്ള സങ്കടം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ശാലിനി ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. അവൾ ഇന്നലെ കാട്ടിയ പ്രവൃത്തിയെ പറ്റി അറിഞ്ഞിട്ടും രാഘവേട്ടൻ അവളെ ന്യായീകരിക്കുകയാണോ? എന്റെ ഭാമ, നീ ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കുവാണോ? അതെ. പ്രീതി, അമ്മേ, മോളെ, എന്താ എന്താ നീ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലമ്മേ. വസുമതി ആന്റിക്കിപ്പോ എന്നെ വലിയ കാര്യ. ഒരു നിമിഷം എന്നെ കാണാതിരിക്കാൻ വയ്യാന്നായിട്ടുണ്ട്. പിന്നെ നീ എന്താ ഒറ്റയ്ക്ക് പോകുന്നത്? ഒരു സസ്പെൻസ് ഉണ്ട്. സസ്പെൻസോ? അതെ, സസ്പെൻസ് ഞങ്ങൾ വിളിച്ചിരട്ടെ. പ്രീതി, എന്താടാ? പറഞ്ഞോട്. പറയട്ടെ. അത് പ്രീതിയുടെ വിവാഹ വാർഷിക ഇന്ന്. അയ്യോ. ഓ അയ്യോ. ഈ ശാലിനിയുടെ ഒരു കാര്യം ഞാൻ ഇവരെ കിട്ടുന്ന കുഴപ്പിക്കാന്ന് വിചാരിച്ചതല്ലേ. മറന്നുപോയല്ലോ മോളെ. എന്റെ അമ്മയെ ഞാൻ തന്നെ പറഞ്ഞു പോയതാ, പിന്നെ ശാലിനിയെ ഓർമ്മിപ്പിച്ചത്. കൺഗ്രാറ്റ്സ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓ, ഇനി ആ കൂത്താട്ടം കാണണോ? മോളെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു അച്ഛാ. മോളെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു അമ്മേ. അയ്യോ, എന്താ പറയാ? ബെസ്റ്റ് വിഷസ്. കറക്റ്റ് അല്ലേ? ഓ, ആയിക്കോട്ടെ. എന്റെ വകയും ആശംസകൾ പ്രീതി. താങ്ക്സ്. എടി, നിനക്ക് ആ അർജുനെ വിളിച്ചുകൊണ്ടിരുന്നില്ലേ? എന്നാ പിന്നെ നമുക്ക് അവിടെ പൊളിക്കായിരുന്നല്ലോ. അർജുനറ്റിനും വരും. ഒരു കേസിന്റെ കാര്യത്തിന് പോയതുകൊണ്ട് അല്പം ലേറ്റ് ആവുന്നേ ഉള്ളൂ. ആഹാ, എന്നാ നമുക്ക് തങ്ങ് പൊടി പൊടിക്കണം. എന്താച്ചാ? പൊടി പൊടിപ്പിക്കാൻ ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.